പ്രസവമായി താളമേളങ്ങൾ കൊട്ടി വാദ്യഘോഷങ്ങൾ കൊട്ടി ഈശോയിൽ സ്തോത്രമോതും അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം, ഹാ ഹാ ആരണി സുന്ദര ഗായകൻ, ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം, ഹാ ഹാ ആരണി സുന്ദര ഗായകൻ. ആട്ടിടയർ കാവൽ കാത്ത സുന്ദരരാവിൽ ദൈവദൂതർ ഗഗനതലെ പാടിയ ഗാനം. ഇന്നു നിങ്ങൾക്കായി യേശു രക്ഷകൻ ജാതനായി ബെത്ലഹേമിൽ കാലിക്കൂടതിൽ, ജാതനായി ബെത്ലഹേമിൽ കാലിക്കൂടതിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം, ഹാ ഹാ ആരണി സുന്ദര ഗായകൻ, ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം, ഹാ ഹാ ആരണി സുന്ദര ഗായകൻ. താരകങ്ങൾ മിന്നിന സുന്ദരരാവിൽ ബെത്ലഹേം നഗരിയിലൊരു ഉണ്ണി പിറന്നു. സ്നേഹഗായകൻ ദൈവനന്ദനൻ പാപികൾക്കുയിരേകുവാനായി പാരിതിൽ വന്നു, പാപികൾക്കുയിരേകുവാനായി പാരിതിൽ വന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കു ശാന്തി. ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം, ഹാ ഹാ ആരണി സുന്ദര ഗായകൻ, ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം, ഹാ ഹാ ആരണി സുന്ദര ഗായകൻ, ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം, ഹാ ഹാ ആരണി സുന്ദര ഗായകൻ, ഹാ ഹാ എന്തൊരു സുന്ദര ഗാനം.
എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസും അനുഗ്രഹമേറിയ പുതിയ വർഷവും സന്തോഷത്തോടെ ആശംസിച്ചു. നദിതീരത്തുള്ളൊരു രാജ്യത്ത് എന്നൊരു രാജ്യത്ത് സലോമി എന്നൊരു സുന്ദരി വാണിടുന്നു ആമോദമായി നദിതീരത്തുള്ളൊരു രാജ്യത്ത് എന്നൊരു രാജ്യത്ത് കൊട്ടാരത്തിൽ വാണവൾ ഒറുക്ക് തന്നോമനയായി അന്നു യോർദാൻ നദി തീരത്തു നിന്നും സ്നാപകന്റെ ശബ്ദം മുഴങ്ങി വന്നു സോദര പത്നിയെ സ്ഥാപിച്ച പാപിയാം ഹെരോദേസിനെതിരായി ശബ്ദമുയർന്നു സ്നാപകന്റെ ശബ്ദം കേട്ടവൾ ഹെരോദേസിന്റെ സന്നിധി അനുരാഗലോലയാൽ സ്നാപകനെതിരായി മൊഴിഞ്ഞവൾ മെല്ലെ പരിഭവിച്ചു അന്ന് മൊഴിഞ്ഞവൾ മെല്ലെ പരിഭവിച്ചു ഹെരോദേസിന്റെ ജന്മദിനത്തിൽ പുത്രി സലോമിയാടിയ മോഹന നൃത്തത്തിൽ നല്ലൊരു സമ്മാനമായി സ്നാപകന്റെ ശിരസ് ഛേദിക്കുവാൻ ചൊല്ലി സ്നാപകന്റെ ശിരസ് ഛേദിക്കുവാൻ ചൊല്ലി രാജനം ഹെരോദേസ് പകച്ചു നിന്നു കുമാരി സലോമി മയങ്ങി നിന്നു കലികൊണ്ട ഹെരോദ്യ നിർദോഷി സ്നാപകന്റെ ശിരസു ഛേദിക്കുവാൻ തർക്കം തുടങ്ങി ചോദിച്ച സമ്മാനം കിട്ടിയേ തീരൂ അറുബലി പീഠത്തിൽ സ്നാപകനെ അശുഭമുഹൂർത്തത്തിൽ ബലി കഴിച്ചു അശുഭമുഹൂർത്തത്തിൽ ബലി കഴിച്ചു ശിരസു ചെയ്യിച്ചൊരു സ്നാപകനെ
എൻ്റെ പുത്തൻ പാവാട പന്നി കിടത്തി പോകുമ്പോൾ പന്നി വരുന്ന കൂടുമ്പോൾ അമ്പലമുറ്റത്ത് നിൽക്കുമ്പോൾ എല്ലാവരും കാണുന്ന പാവാട. ജനങ്ങൾക്കും സന്തോഷകരമായ ക്രിസ്മസും ആനന്ദകരമായ ക്രിസ്മസ് സമ്പൽ സമൃദ്ധിയുടെ പുതുവത്സരവും ഞാൻ ദൈവനാമത്തിൽ ആശംസിച്ചു. പൊന്നുണ്ണി പിറന്ന നാള്, മണ്ണിൽ സ്നേഹക്കതിരുകൾ വീശിയ പൊന്നൊളി തൂകിയ നാള്. ഇന്നു പിറന്നാൾ ഉണ്ണി പിറന്ന നാള്, പൊന്നുണ്ണി പിറന്ന നാള്, മണ്ണിൽ സ്നേഹക്കതിരുകൾ വീശിയ പൊന്നൊളി തൂകിയ നാള്.
വിടർന്നു വള്ളിക്കുടിലിൽ കുഞ്ഞിക്കുരുവികൾ ചില്ലകളിൽ ചാഞ്ചാടി ചില്ലകളിൽ ചാഞ്ചാടി അല്ലിപ്പൂവും പുല്ലിപ്പൂവും പുഞ്ചിരി തൂങ്ങി വിടർന്നു വള്ളിക്കുടിലിൽ കുഞ്ഞിക്കുരുവികൾ ചില്ലകളിൽ ചാഞ്ചാടി ചില്ലകളിൽ ചാഞ്ചാടി ഇന്നു പിറന്നാൾ ഉണ്ണി പിറന്ന നാള് പൊന്നുണ്ണി പിറന്ന നാള് മണ്ണിൽ സ്നേഹക്കതിരുകൾ വീശിയ പൊന്നൊളി തൂകിയ നാള് ഇന്നു പിറന്നാൾ ഉണ്ണി പിറന്ന നാള് പൊന്നുണ്ണി പിറന്ന നാള് മണ്ണിൽ സ്നേഹക്കതിരുകൾ വീശിയ പൊന്നൊളി തൂകിയ നാള് പുത്തൻ പുലരിയുദിച്ചല്ലോ പുതിയൊരു ശാന്തി മന്ത്രം കേട്ടു പുളകമണിഞ്ഞല്ലോ ലോകം പുളകമണിഞ്ഞല്ലോ പുതിയ വെളിച്ചം കതിരൊളി തൂകി പുലരിയുദിച്ചല്ലോ പുത്തൻ പുലരിയുദിച്ചല്ലോ പുതിയൊരു ശാന്തി മന്ത്രം കേട്ടു പുളകമണിഞ്ഞല്ലോ ലോകം പുളകമണിഞ്ഞല്ലോ സ്നേഹം പോൽ മറ്റൊന്നിൽ ഉലകിൽ ശാന്തി പുലർന്നിടാൻ മണ്ണിൽ ശാന്തി പുലർന്നിടാൻ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഒന്നായി തീരണം നമ്മൾ ഒന്നായി തീരണം സ്നേഹം പോൽ മറ്റൊന്നിൽ ഉലകിൽ ശാന്തി പുലർന്നിടാൻ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഒന്നായി തീരണം നമ്മൾ ഒന്നായി തീരണം ഇന്നു പിറന്നാൾ ഉണ്ണി പിറന്ന നാള് പൊന്നുണ്ണി പിറന്ന നാള് മണ്ണിൽ സ്നേഹക്കതിരുകൾ വീശിയ പൊന്നൊളി തൂകിയ നാള് ഇന്നു പിറന്നാൾ ഉണ്ണി പിറന്ന നാള് മണ്ണിൽ സ്നേഹക്കതിരുകൾ വീശിയ പൊന്നൊളി തൂകിയ നാള്. It's Mary and Joseph. It was a cool night. The cows and donkeys in the stable went across to Jesus to keep him warm. Happy Christmas and Happy New Year. ഹായ്, എത്ര മനോഹരമായിരിക്കുന്നു ഭൂമി. സ്വർഗത്തെ പോലെ തന്നെ എങ്ങും സന്തോഷമാണെന്ന് തോന്നുന്നു. എല്ലാ ഭവനങ്ങളിലും നക്ഷത്ര വിളക്കുകൾ മിന്നി മിന്നി തിളങ്ങുന്നുണ്ടല്ലോ. അതാ ആ കുഞ്ഞുങ്ങൾ എത്ര മനോഹരമായി പാടുന്നു. അങ്ങോട്ടേക്ക് പോകാം. ഇനി എല്ലാ ഭവനങ്ങളിലും സന്ദർശിക്കാം. ഹായ്, വളരെ മനോഹരമായി ഈ ഭവനം അലങ്കരിച്ചിട്ടുണ്ടല്ലോ. പുറത്ത് ആരെയും കാണുന്നില്ല. അകത്ത് കയറി നോക്കാം. ഹായ്, പലഹാരത്തിന്റെ മണം വരുന്നു. ഇതാ ക്രിസ്മസ് കേക്ക് ഇരിക്കുന്നു. കുറച്ചെടുത്ത് കഴിച്ചാൽ എന്താ? എന്നെ ആരും കാണുന്നില്ലല്ലോ. ഓ, ഞാൻ അദൃശ്യല്ലേ? ഒന്നും കണ്ടുവിടല്ലേ? ഞാൻ വാങ്ങിച്ച ക്രിസ്മസ് കേക്ക് അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നു. ഇതാരോ കഴിച്ചിരിക്കുന്നുവല്ലോ. മോനായിരിക്കും, അല്ലാതെ ആരാ? മോൻ ഇതുവരെ വന്നില്ലേ? മോൻ ഇതാ വരുന്നു. കൂടെ തോമസിന്റെ മകനുമുണ്ടല്ലോ. ഇന്നത്തെ ക്രിസ്മസ് നമുക്ക് ഗംഭീരമായി തന്നെ ആഘോഷിക്കാം. അവരും കൂടെ വന്നിട്ട് തീരുമാനിക്കാം. Good morning, Thomas. Good morning. Wish you a happy Christmas. Thank you. Same to you. ഇന്നത്തെ ക്രിസ്മസ് നമുക്ക് പൊടിപരമായി തന്നെ ആഘോഷിക്കാം. അതുകൊണ്ടല്ലേ ഞാൻ കുടുംബമായി വന്നിരിക്കുന്നത്. അതിനെന്താ, ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം. ഞാൻ കത്തിയെടുത്ത് വരട്ടെ. Happy birthday to you.
നമ്മളെ കൊലപിടിപ്പിക്കരുത്. വയറ്റിപ്പരിക്കം തന്നെ. സാധാരണ മനുഷ്യനായി കാലത്തിലോട്ട് പിറന്നത് ദൈവപുത്രനല്ലേ, രാജാവായി പിറന്നുകൂടെ? എല്ലാ മനുഷ്യർക്കും സന്തോഷം സമാധാനം നൽകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ പിറന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? തീർച്ചയായും സന്തോഷമായിരിക്കും. ഞങ്ങൾ എത്ര സന്തോഷത്തിലാണ്. നിങ്ങൾ എത്രമാത്രം രൂപയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത്? നിങ്ങളുടെ ഒരുവന്റെ ആവശ്യം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നക്ഷത്രവാണി പറഞ്ഞ എത്ര ശരിയാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഒരു അർത്ഥവുമില്ല. അടുത്ത പൂക്കേക്ക് എവരുടെ ബാറ്ററി ഇത്രയും സന്തോഷം സമാധാനമായി ഞാൻ ഇതുവരെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. എന്താ, എനിക്ക് കഴിക്കാനൊന്നുമില്ലേ? നീ ബാക്കി ഇരിപ്പുണ്ട്. കൊറേ നേരത്തെ തിന്നാണ്. തേനോ പാലോ? ആശംസകൾ. ആത്മീകമായ ശക്തി പ്രാപിക്കാൻ മനുഷ്യൻ തയ്യാറാകണം. യേശുക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യന് പാപത്തിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാനാണ്. അങ്ങനെ ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകുവാൻ ക്രിസ്മസ് ദിവസം അനുഗ്രഹപ്രദമാകണം. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകണം. ലോകത്തിൽ സമാധാനം നിലനിൽക്കണം. സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കണം.
യേശുവൊരുക്കും ഒരു ശാശ്വത ഭവനം, നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നമുക്ക് യേശുവൊരുക്കും ഒരു ശാശ്വത ഭവനം. അവിടെ നാം പാർക്കും നിത്യമായ വാസം, അവിടെ നാം കേൾക്കും ഹല്ലേലൂയ ഗീതം, അവിടെ നാം പാർക്കും നിത്യമായ വാസം, അവിടെ നാം കേൾക്കും ഹല്ലേലൂയ ഗീതം. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നമുക്ക് യേശുവൊരുക്കും ഒരു ശാശ്വത ഭവനം. അന്നു നമ്മൾ പാടും സന്തോഷത്തിൻ ഗീതം, അന്നു നമ്മൾ പാടും സ്വർഗീയ സൗഭാഗ്യം, അന്നു നമ്മൾ പാടും സന്തോഷത്തിൻ ഗീതം, അന്നു നമ്മൾ കാണും നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നമുക്ക് യേശുവൊരുക്കും ഒരു ശാശ്വത ഭവനം. കഷ്ടതയുമില്ല, കണ്ണുനീരതില്ല, രോഗമവിടില്ല, ദുഃഖമവിടില്ല. കഷ്ടതയുമില്ല, കണ്ണുനീരതില്ല, രോഗമവിടില്ല, ദുഃഖമവിടില്ല. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നമുക്ക് യേശുവൊരുക്കും ഒരു ശാശ്വത ഭവനം. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നമുക്ക് യേശുവൊരുക്കും ഒരു ശാശ്വത ഭവനം. ശാന്തിയും സമാധാനവും ആശ്വാസവും സമ്പൽ സമൃദ്ധവും ഒക്കെയും കളിയാടുന്ന ഒരു പുതുവർഷം നമുക്കേവർക്കും അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടവരുത്തട്ടെ എന്ന ആശംസയോടെ ഞാൻ തൽക്കാലം വിരമിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എല്ലാരും അറിവിൻ, എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോടെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരിഞ്ഞു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണു വിളിച്ചു ചൊല്ലുക. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എല്ലാരും അറിവിൻ,
വന്നുവല്ലോ ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക എന്നെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എല്ലാവരും വരുവിൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പുതിയ വർഷത്തില് 2003 സകലവിധമായ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ക്രിസ്മസ് ഫാദർ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏവർക്കും ശുഭസായാഹ്നം. പതിവായി ഞാനിവിടെ വരാറുള്ളതിനാൽ ഇപ്രാവശ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നില്ല. ഇത്തവണ ഞാൻ ഇറാനിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. വരുന്ന വഴിക്ക് ഞാൻ ജുറാസിക് പാർക്ക് സന്ദർശിച്ചിരുന്നു. അവിടെയുള്ള കുറെ ദിനോസറുകൾ നിങ്ങൾക്ക് കുറേയേറെ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. അത് ഈ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് പല കാര്യങ്ങളും കാണുകയുണ്ടായി. ജെറുസലേം സന്ദർശിക്കാനായിട്ട് ഇസ്രായേലിൽ പോയപ്പോൾ വഴിയുടെ വശങ്ങൾ പൊട്ടി. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് സന്തോഷത്തിന്റെയും ശാന്തിയുടെയും ദൂത് നൽകിയ യേശുവിന്റെ നാട്ടുകാർ അടുത്ത നാട്ടുകാരുമായി യുദ്ധം ചെയ്യുകയാണ് എന്ന്. തിരികെ വരുന്ന വഴിക്ക് ഞാൻ ഇറാഖിൽ കുറെ അമേരിക്കക്കാരെ കണ്ടു. അവരോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബോംബ് എണ്ണുകയാണ്. നിങ്ങളിവിടെ ചക്കയും മാങ്ങയും ഒക്കെ എണ്ണുന്നത് പോലെ അവരവിടെ ബോംബ് എണ്ണുകയാണ്. ന്റെ കുറവുണ്ടെന്നാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്. കഴിഞ്ഞ മാസം ഇങ്ങോട്ട് വരുവാനായിട്ട് ഞാൻ വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് തന്നില്ല. അതിന് കാരണം പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന്. നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്? എനിക്കതിൽ ഖേദമുണ്ട്. ഇവിടേക്ക് വരുവാനായിട്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നതാണ്. ഞാൻ കൃത്യമായിട്ട് 7 മണിക്ക് തന്നെ എയർപോർട്ടിലെത്തി. 9 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ വിമാനം പോയി കഴിഞ്ഞിരുന്നു. ഞാൻ വീണ്ടും എൻ്റെ ടിക്കറ്റിലേക്ക് നോക്കി. അപ്പോഴായിരുന്നു അറിഞ്ഞത് സമയം രാവിലെ 9 മണിയായിരുന്നു എന്ന്. പിന്നെ പ്രത്യേകം ഒരു വിമാനം ചാർട്ട് ചെയ്താണ് ഞാനിവിടെ എത്തുവാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ വന്ന് പത്രം കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഞാൻ വരേണ്ടിയിരുന്ന ആ വിമാനം ആണ് ഇറാനിൽ തകർന്നു വീണത് എന്ന്. കഴിഞ്ഞ ദിവസം എനിക്ക് പകരം ഇവിടെ വന്ന എൻ്റെ കൂട്ടുകാരന് എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ചാട്ടം കുറച്ച് കൂടുതലായിരുന്നു എന്നറിഞ്ഞു, എന്നാലും സാരമില്ല, നന്ദി. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ വരാമെന്ന് ഞാൻ സമ്മതിക്കേണ്ടി വന്നത്. ഒരു ദിവസം രാത്രി വൈകിയ വേളയിൽ നിങ്ങളുടെ സുശീൽ അച്ഛൻ എൻ്റെ വെബ്സൈറ്റിൽ കയറി ചാറ്റ് ചെയ്യുകയായിരുന്നു. അച്ഛൻ ആദ്യം കണ്ടത് എൻ്റെ വയറായിരുന്നു. അച്ഛൻ ഉടൻ തന്നെ അതിനെ കോപ്പി ചെയ്ത് കളഞ്ഞു. അച്ഛൻ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇവിടെ വരുത്തിയത്. ഇവിടെ വരുന്ന വഴിക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു പുൽക്കൂടും എടുത്തുകൊണ്ട് ഓടുന്നത് കണ്ടു.
ഞാൻ കരുതി ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഓടിച്ചതായിരിക്കുമെന്ന്. ഇവിടെ ഒരു ഫാൻസി സെയിൽ നടന്നതായിട്ട് അറിഞ്ഞു. അതിൽ വിതരണം ചെയ്ത കട്ട്ലറ്റും പായസവും കഴിച്ച് ആശുപത്രിയിലായിരിക്കുന്നവർക്ക് എൻ്റെ ആദരാഞ്ജലികൾ. ഞാൻ നേരത്തെ വരണമെന്ന് ആഗ്രഹിച്ചാണ് വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചത്. മന്ത്രി ഗണേശന്റെ വോൾവോ ബസിന്റെ സീറ്റ് പഞ്ചറായതിനാലാണ് ഇത്രയും താമസിക്കേണ്ടി വന്നത്. അല്പം മുമ്പ് നടന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ കലാപരിപാടിയിൽ ചില കുഞ്ഞുങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുകയും ചില കുഞ്ഞുങ്ങൾ ഉറക്കം തൂങ്ങുകയും ചെയ്യുന്നത് കണ്ടു. ചിലർ കോട്ടുവായിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയവരോട് എനിക്ക് അമർഷമുണ്ട്. എങ്കിലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഏറെ പറഞ്ഞ് നിങ്ങളെ ആരെയും സന്തോഷിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ എനിക്ക് വേണ്ടി ചെലവാക്കാത്തതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. നിങ്ങൾക്കേവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസും സൗഭാഗ്യസമ്പൂർണമായ ഒരു നവോത്സവവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. യേശുനാഥനായി ഉൾക്കൂട്ടിൽ വന്ന യേശുനാഥനായി ഒരു ദിവ്യ കീർത്തനം നവയുഗത്തിനീളമായി ഉന്നീട മോദമോടിന ഓ പൂമേട പുഞ്ചിരി തൂകി ഓ ഹല്ലേലൂയ പാടാം യേശുനാഥനായി ഉൾക്കൂട്ടിൽ വന്ന യേശുനാഥനായി ഹല്ലേലൂയ പാടാം യേശുനാഥനായി ഉൾക്കൂട്ടിൽ വന്ന യേശുനാഥനായി. കുതിച്ച താരത്തെ നോക്കിയവർ വന്നു ആട്ടിടയർ കൂട്ടമായി ബേത്ലഹേം തന്നിൽ. കുതിച്ച താരത്തെ നോക്കിയവർ വന്നു ആട്ടിടയർ കൂട്ടമായി ബേത്ലഹേം തന്നിൽ. കാട്ടുപൂഞ്ചോലയും പുൽക്കൊടിയും കുന്നുകളും പൂമഞ്ഞു പോലും കേട്ടുപാടി. കാട്ടുപൂഞ്ചോലയും പുൽക്കൊടിയും തുണ്ടുകളും പൂമഞ്ഞു പോലും പാടി ഹല്ലേലൂയ പാടാം യേശുനാഥനായി ഉൾക്കൂട്ടിൽ വന്ന യേശുനാഥനായി. ഹല്ലേലൂയ പാടാം യേശുനാഥനായി ഉൾക്കൂട്ടിൽ വന്ന യേശുനാഥനായി. വെറും 14 വയസ്സ് പ്രായമുള്ള ഒരു യുവസുന്ദരി കുണുങ്ങി കുണുങ്ങി മന്ദം മന്ദം കടന്നു വരുന്നു. റോസ് നിറത്തിലുള്ള അങ്കിയും മാണിക്യങ്ങൾ പതിപ്പിച്ച പുറംചട്ടയും കണ്ണഞ്ചിപ്പിക്കുന്ന കനകനിർമ്മിതമായ ആഭരണക്കുടത്തിന്റെ കളകളാരവത്തോടും കാർമേഘത്തെ വെല്ലുന്ന ഇളം കാർക്കൂന്തലുകളോടും കൂടി അവൾ നൃത്തം ചെയ്തു തുടങ്ങി. ആരാണവൾ? രാജാവിന്റെ പൊന്നോമന പുത്രി. ദേവലോകത്തു നിന്ന് പറന്നെത്തിയ അപ്സരസ് പോലെ അവൾ നൃത്തം ചവിട്ടി തുടങ്ങി. ആ ജീവിത രീതിയിൽ നാം മുമ്പോട്ട് നീങ്ങുവാൻ ശ്രമിക്കട്ടെ. അങ്ങനെ ശ്രമിക്കുവാൻ യേശു കർത്താവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും എല്ലാ അക്രൈസ്തവർക്കും എല്ലാ മനുഷ്യ സമൂഹത്തിനും മനോഹരമായ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ടും അനുഗ്രഹകരമായ ഒരു പുതുവർഷം നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ ഈ വാക്കിൽ നിന്നും വിരമിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം. സഹോദരരെ, സംഘർഷഭരിതമായിരിക്കുന്ന ആധുനിക ലോകം മനുഷ്യനെ അശാന്തിയുടെ അപാരതയിലേക്ക് നയിക്കുകയാണ്. അശാന്തിയുടെ അപാരതയിൽ അമർന്ന മനുഷ്യൻ സംഘടനകൾ സ്വയം സൃഷ്ടിക്കുകയും ലഹളകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. മതാന്ധതമൊത്ത് പരസ്പരം വെട്ടിമരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യനെ ഭാരതത്തിന്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശാന്തിയുടെ സമാധാനത്തിന്റെ ആ വെള്ളി വെളിച്ചം കാട്ടിയപ്പോൾ അവരറിയാതെ അവരുടെ മനസ്സ് ആ ശാന്തി മന്ത്രം ഉരുവിട്ടു.
ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സവിനയം സമർപ്പിക്കുന്നു ചിത്രീകരണം. ശാന്തി മന്ത്രം, ശാന്തി മന്ത്രം, ശാന്തി മന്ത്രം, ശാന്തി മന്ത്രം. ഞാൻ ആചാര്യൻ, മാനവ സംസ്കാരത്തിന്റെ ആചാര്യൻ. ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ആശാഭാരത സംസ്കാരത്തെ ഒന്നൂട്ടിയുറപ്പിക്കാൻ. ഇങ്ങനെ ഒരു സംസ്കാരം ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. ഞങ്ങൾ പറയുന്നത് മാത്രം. ഭർത്താവ് മരിച്ച സ്ത്രീ എന്തിനിവിടെ ജീവിച്ചിരിക്കണം? നമ്മുടെ തത്വശാസ്ത്രങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയ ഇവരെ പോലുള്ളവർ എന്തിനു ജീവിച്ചിരിക്കണം? ആചാരബോധമില്ലാത്ത പരീക്ഷകളെ നിർത്താൻ ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. മനുഷ്യനെ പച്ചയോടെ ചുട്ടുകൊല്ലുന്ന വർഗീയതയുടെ ശത്രു. മാസങ്ങളോളം പായ്ക്കപ്പലിൽ യാത്ര ചെയ്തെത്തിയവരുടെ പിൻഗാമി. നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ പറയാം. നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങൾക്ക് പിന്നിൽ ചോര നീരാക്കിയ 1000 കഥകളുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ആഡംബരത്തിന് പിന്നിൽ ഈ ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങൾ രചിച്ചവരുടെ കഥയുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഈ മണ്ണിൽ രക്തസാക്ഷികളായ മിഷണറിമാരുടെ കഥയുണ്ട്. പുരാതന ഭാരതത്തിന്റെ കഥ. വിദ്യാഭ്യാസവും സംസ്കാരവും നമ്മുടെ ഈ ഭാരതത്തിനേകിയ ക്രൈസ്തവ മിഷണറിമാരുടെ കഥ. ആ കഥ നിങ്ങൾ അറിയണമെങ്കിൽ ഭാരതത്തിന്റെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ അറിയണം. ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. അതാ അങ്ങോട്ട് നോക്കൂ. ഇനിയെത്തമോ ഭൂവിൽ അവശിഷ്ട സ്വപ്നത്തിലുലയുന്ന തിരിനീട്ടി നോക്കാം. ഇനിയെത്തമോ ഭൂവിൽ അവശിഷ്ട സ്വപ്നത്തിലുലയുന്ന തിരിനീട്ടി നോക്കാം. അഭയത്തിനാദിത്യ ഹൃദയ മന്ത്രത്തിന് ഉയരാം സത്യത്തെ തേടാം. അഭയത്തിനാദിത്യ ഹൃദയ മന്ത്രത്തിന് ഉയരാം സത്യത്തെ തേടാം. കവചം ത്യജിക്കാം, ഹൃദയ കമലം തുറക്കാം. കവചം ത്യജിക്കാം, ഹൃദയ കമലം തുറക്കാം. നല്ല സുഖമില്ല. വൈദ്യശാലയിൽ കൊണ്ടുപോകാൻ ഒരു 4 തന്ന് സഹായിച്ചാൽ അടിയനത് പാടത്ത് പണിയേത് വിട്ടിപ്പോളാമേ. സ്വന്തം ചോരയെ ജന്മത്വത്തിന്റെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി വിയർപ്പായി നൽകിയ അടിയാളങ്ങളാണ്. 4 അണയ്ക്ക് പോലും വിലയില്ലാത്ത പട്ടിണിക്കോലങ്ങൾ. അടിമത്തത്തിന്റെ കിരാതഹസ്തങ്ങൾ ഇവരിൽ അമർന്നപ്പോൾ സ്വന്തം ജീവിതത്തിലേക്കുള്ള വഴിയേറിയാതെ അവർ പകച്ചു നിന്നു. അല്പം വിശ്രമിച്ചിട്ടാവാം. കൊണ്ട് എന്റെ മുതുകത്രയും ഉണ്ടായെന്നാ തോന്നുന്നത്. ഉയരമ്പം മുതൽ ഇരുളും വരെ പാടത്ത് പണിയുമെടുക്കണം. ഏമാന്റെ അടിയും തൊടണം. ഒന്ന് ചത്താൽ മതിയായിരുന്നു. AD 52 അന്ന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായി ഭാരത മണ്ണിൽ തോമസ് അപ്പോസ്തലൻ കാലൂന്നി. പാടത്ത് പണിയെടുക്കുന്നു.
അതിന് തക്കതായ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? കൂലി ചോദിക്കുന്നത് പാപമല്ല. ഓരോ ജനങ്ങളും അവരുടെ ആവശ്യമനുസരിച്ച് അവർക്ക് കൂലി കൊടുക്കണമെന്നാണ് ദൈവം തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. തല്ലിയാൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണം. നമ്മുടെ അടിയന്മാരെ നമ്മൾ എടുക്കാൻ പറ്റില്ലോ? ഏമാന്റെ അടിയാളന്മാരെ കണക്ക് പഠിപ്പിക്കാൻ നിങ്ങളെന്താ കണക്കുവാദ്യ? ഞാൻ കണക്കുവാദ്യരൊന്നുമല്ല. കാലങ്ങൾക്ക് മുമ്പ് ക്രിസ്തുദേവൻ ഈ ഭൂമിയെ പഠിപ്പിച്ച സമാധാനത്തിന്റെ സന്ദേശം ഈ പ്രകൃതിയെ അറിയിക്കുവാൻ വേണ്ടി കാലങ്ങളോളം പായ്ക്കപ്പൽ സഞ്ചരിച്ച് ഞാനിവിടെ എത്തിയത് ഇതിനു വേണ്ടിയല്ലായിരുന്നു. പ്രശ്നം നമുക്ക് ഡൊണേഷൻ കേൾക്കാൻ അറിയില്ല. ഈ എഫിന് കൂടാതെ കൂടെ വേണോ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കേൾക്കുന്നവൻ കേൾക്കട്ടെ. നമ്മുടെ അടിയന്മാരെ നമ്മൾ എടുക്കാൻ പഠിപ്പിച്ചാൽ തോമസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ ജീവന് വേണ്ടി, നിങ്ങളുടെ സംസ്കാരത്തിന് വേണ്ടി ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങൾ നിങ്ങൾ തുറക്കണമെന്നില്ല. പക്ഷേ ഈ ജീവന് നേരെ നിങ്ങളുടെ കണ്ണു തുറക്കണം. നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യനൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ നിങ്ങൾ അനാഥത്വത്തിന്റെ പെരുവിളിയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? നിങ്ങളൊന്നോർക്കുക, ഇന്നത്തെ ഈ മനുഷ്യൻ നാളെ നിങ്ങളിൽ ഒരാളായിക്കൂടുന്നുണ്ടോ? നിൽക്കൂ സഹോദരന്മാരെ. ക്രിസ്തുദേവൻ നമ്മെ പഠിപ്പിച്ചത് പരസ്പരം വിട്ടുമരിക്കാനല്ല, മറിച്ച് സ്നേഹത്തിന്റെ ആ മന്ത്രം നമ്മുടെ ഇടയിൽ വ്യാപരിപ്പിക്കാനാണ്. അതാ ആ ഗാനം നിങ്ങൾ കേൾക്കുന്നില്ലേ? ക്രിസ്തുദേവൻ നമ്മെ പഠിപ്പിച്ച ശാന്തിയുടെ, സമാധാനത്തിന്റെ ആ ഗാനം ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഇടയിൽ നമുക്കൊന്നായി പ്രതിഷ്ഠിക്കാം. ആ ഗാനം നമുക്കൊന്നായി ഏറ്റുപാടാം. ദൈവം ദൈവത്തിൻ പുത്രൻ കാഴ്ചകൾ വെച്ചു പോരാ ക്രിസ്തുമസ് രാവിതല്ലോ യേശു വന്നരാവ്
മഹോത്സവം കൊണ്ടാടി ശാന്തമായിരിക്കുന്ന ഈ അവസരത്തിൽ നാം എങ്ങനെ ആഘോഷിച്ചു എന്നതിനെക്കുറിച്ച് അല്പമൊന്ന് വിചിന്തനം ചെയ്യാൻ മുതിരുകയാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അത് അനർത്ഥമാകത്തക്ക വിധത്തിലായിരുന്നു ഈ വർഷം പരിണയം സഭ ആഘോഷിച്ച ക്രിസ്മസ് ആഘോഷം പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നാനാമുഖമായ മാനസിക ആത്മീക വളർച്ചയ്ക്ക് ഉതകത്തക്ക വിധത്തിലായിരുന്നു പരിണയം സഭ ക്രിസ്മസ് സന്തോഷം പങ്കിട്ടത് എന്നുള്ളതിൽ നാം ഒന്നടങ്കം സന്തോഷിക്കാൻ വകയുള്ള ഒരു സംഗതിയാണ്. എന്നാൽ തുടർന്നുള്ള നാളുകളിൽ ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ആഘോഷങ്ങൾ അനീതിയുടെ മുഖംമൂടികളോ സമ്പന്ന വിഭാഗത്തിൻ്റെ ആവശ്യമോ ദരിദ്രരുടെ മയക്കുമരുന്നോ ഒന്നും ആയി തീരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം എന്നുള്ളത് എൻ്റെതായ പ്രത്യേകമായിട്ടുള്ളതായ ഒരു അതിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്നതായ ഒരു കാര്യമായിട്ട് നിങ്ങൾ അത് പരിഗണിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് 2003 എന്ന പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നതായ നാം യേശുക്രിസ്തു വിഭാവന ചെയ്തതായ സമ്പന്നരാക്കുന്ന വിധത്തിലല്ല, സുവിശേഷം എന്നതായ ആ മഹൽ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ സമാധാനപ്രഭുവായി അവതരിപ്പിച്ചവനായ യേശുവിനെ മുൻനിർത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ശാന്തിയും സമാധാനവും ആശ്വാസവും സമ്പൽ സമൃദ്ധവും ഒക്കെയും കളിയാടുന്ന ഒരു പുതുവർഷം നമുക്കേവർക്കും അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടവരുത്തട്ടെ എന്ന ആശംസയോടെ ഞാൻ തൽക്കാലം വിരമിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. കാഴ്ചവെച്ചിടുന്നു
കാഴ്ചവച്ചിടുന്നു പൊന്നുമൂരു കുന്തിരിക്കം കാഴ്ചവച്ചിടുന്നു 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 പൊന്നുമൂരും കുന്തിരിക്കം കാഴ്ചവച്ചിടുന്നു ലോകനാഥൻ ഇന്ന് ജാതനായല്ലോ മാനവ പാപം തീർക്കാൻ ജാതനായല്ലോ പാടാമിന്ന് നാമാടാമിന്ന് തപ്പുകൊട്ടി താളമോടെ പാടാമിന്ന് കാഴ്ചവച്ചിടുന്നു കാഴ്ചവച്ചിടുന്നു പൊന്നുമൂരു കുന്തിരിക്കം കാഴ്ചവച്ചിടുന്നു 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 പൊന്നുമൂരു കുന്തിരിക്കം കാഴ്ചവച്ചിടുന്നു ലോകനാഥൻ ഇന്ന് ജാതനായല്ലോ മാനവ പാപം തീർക്കാൻ ജാതനായല്ലോ